ഞങ്ങൾ UDF ഇന്നലെ പ്രതിപക്ഷ നേതാവും പറഞ്ഞല്ലോ, ഞങ്ങൾ പ്രതിപക്ഷം കേരളത്തിൽ ഒരു ഹർത്താൽ പോലും നടത്താത്ത റെക്കോർഡ് ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ റെക്കോർഡാണ് കേരളത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റെക്കോർഡ്. യഥാർത്ഥത്തിൽ കേരളത്തിൽ എന്തെങ്കിലും അറ്റ്മോസ്ഫിയർ പെർസെപ്ഷൻ മാറ്റുന്ന കാര്യത്തിൽ പുതുതായിട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ സഹകരണം കൊണ്ടാണ് ഏറെ ഉണ്ടായത്. ഇത്ര പെട്ടെന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് മലക്കം മറിയുമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നോ? എന്താ ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്നത് കേരളത്തിലൊരു മാറ്റമില്ല, ഒരു മുന്നേറ്റമില്ല, എല്ലാം മുന്നേറ്റം ഉണ്ടായത് ഇങ്ങേര് വ്യവസായ മന്ത്രിയായ കാലത്താണ് എന്നൊക്കെ ആയിരുന്നില്ലേ? എന്നിട്ട് ഇപ്പൊ പറയുന്നതോ കേരളത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഞങ്ങൾ സഹകരിച്ചിട്ടാണ്. എന്തിനാ ഇവർ സഹകരിച്ചത്? പെൻഷൻ പോലും മുടക്കാൻ നോക്കിയില്ലേ ഇവര്? ഇവിടെ തീരദേശ ഹൈവേ വരുമെന്ന് പറഞ്ഞപ്പോ, മലയോര ഹൈവേ യാഥാർത്ഥ്യമാക്കുമെന്ന് പറഞ്ഞപ്പോ, ദേശീയപാതയുടെ വികസനം ആരംഭിച്ചപ്പോ, ഗെയിൽ പാചകവാതക പൈപ്പ് ലൈൻ പദ്ധതിയുടെ ഘട്ടത്തിൽ കെ-ഫോണിനെതിരെ, കെ-റെയിലിനെതിരെ, കിഫ്ബിക്കെതിരെ ഇങ്ങനെ എന്തിനെയാ ഇവർ എതിർക്കാത്തത്? ഈ സർക്കാർ നടപ്പിലാക്കാൻ തീരുമാനിച്ച എല്ലാ പദ്ധതികളെയും ഒരു ഉളുപ്പുമില്ലാതെ എതിർത്തവരും അതിനെതിരായി സമരം ചെയ്ത ആളുകളുമാണ് ഇപ്പോ പറയുന്നത് ഞങ്ങൾ സഹകരിച്ചുകൊണ്ടാണ് ഇവിടെ എന്തെങ്കിലും നടക്കുന്നതെന്ന്. ഇവിടെ ശശി തരൂരിന്റെ ലേഖനം കേരളം വ്യവസായ സൗഹൃദ അന്തരീക്ഷമുള്ളൊരു സംസ്ഥാനമായി മാറിയിരിക്കുന്നു എന്ന അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ വലിയ വിവാദമായല്ലോ. ആ സമയത്ത് എന്തായിരുന്നു കുഞ്ഞാലിക്കുട്ടി സാഹിബ് വന്നിട്ട് പറഞ്ഞത്? അന്ന് പറഞ്ഞത് ഇതൊക്കെ UDFന്റെ കാലത്ത് വിത്തിട്ടാന്നുള്ളായിരുന്നു. അപ്പോഴാണ് നാട്ടുകാർ ഈ എമർജിംഗ് കേരള പദ്ധതി ഈ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ നേതൃത്വത്തിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് നടത്തിയ പദ്ധതി, 13 കോടിയിലധികം രൂപ ചെലവാക്കി അതിന് പരിപാടിയൊക്കെ നടത്തിയിട്ട് 10 പൈസയുടെ ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിലോട്ട് വന്നില്ല എന്ന് അന്നത്തെ കാലത്ത് ഏഷ്യാനെറ്റ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തകൾ പുറത്തു വന്നു. അതല്ലേ ഉണ്ടായത്? അല്ലെങ്കിൽ ഈ UDFന്റെ കാലത്ത് കേരളത്തിൽ ഇവർ നടപ്പിലാക്കാൻ തീരുമാനിച്ച ഏത് പദ്ധതിയാണ് ഇവർക്ക് നടത്താൻ കഴിഞ്ഞത്? പിന്നീട് 45 ആവുന്നു. പിന്നെ ഇത് 45 മീറ്ററിൽ സ്ഥലം ഈ നിശ്ചയിക്കുന്ന കാലയളവിൽ നടപ്പിലാക്കാൻ പ്രായോഗികമായി വളരെ വളരെ പ്രയാസമാണ്. എനിക്കും ആഗ്രഹമുണ്ട് 45 മീറ്റർ വീതിയുള്ള റോഡിലൂടെ യാത്ര ചെയ്ത് തിരുവനന്തപുരത്തേക്ക് വരണം, തിരുവനന്തപുരത്ത് കാസർഗോഡ് പോകണം എന്നൊക്കെ. പക്ഷേ പ്രായോഗികമായി ഇന്നത്തെ സാഹചര്യത്തിൽ പ്രായോഗികമല്ല. പിന്നെ അതിന് തടസ്സം എന്താണ്? ആ തടസ്സം എന്താണെന്നുള്ളത് നിർബന്ധമായും കണ്ടുപിടിക്കണം. ഞാൻ മുഖ്യമന്ത്രി പറഞ്ഞതിന്റെ സതുദ്ദേശം നമുക്ക് മാനിക്കാം. സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിൽ സർവത്ര കുളമായ റോഡുകൾ കേരളത്തിലെ സ്ഥിതി അറിയാമല്ലോ. ഇപ്പൊ നേരത്തെ പറഞ്ഞ 20,000 കോടി കൊടുക്കുക. ഞാനൊക്കെ നമ്മുടെയൊക്കെ ജനപ്രതികളാണ്. നമ്മുടെ മണ്ഡലത്തിലെ PWD റോഡുകളുടെയും വില്ലേജ് റോഡുകളുടെയും സ്ഥിതി ജനങ്ങൾ നമ്മുടെ അടുത്തേക്ക് വന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഇനി ഒന്നും നന്നാക്കേണ്ടെന്ന് ധനവകുപ്പ് പറഞ്ഞതാണ് കേൾക്കുന്നത്. അതെ, നന്നാക്കിയതിന് പണം കൊടുക്കാനില്ല. 2000 കോടി രൂപ അവർക്ക് കുടിശ്ശിക കൊടുക്കാനുണ്ട്. ആ പൈസ കൊടുക്കാതെ ആരും പണി ഏറ്റെടുക്കുന്നില്ല. പഞ്ചായത്ത് റോഡുകളുടെ വർക്ക് നടക്കുന്നില്ല. ദേശീയപാതയുടെ വികസനത്തിന് എന്തായിരുന്നു പ്രശ്നം? ആളുകളെ വിശ്വാസത്തിലെടുക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് വേണ്ട നഷ്ടപരിഹാരം കൃത്യമായി കൊടുക്കാൻ കഴിഞ്ഞില്ല. കേരളത്തിലെ സർക്കാർ തീരുമാനിച്ചു സ്ഥലമേറ്റെടുക്കൽ നടപടി ഈ സംസ്ഥാന സർക്കാർ അങ്ങ് ചെയ്യൂന്ന്. അങ്ങനെ ഈ സർക്കാർ സ്ഥലമേറ്റെടുക്കാൻ വേണ്ടി 5000 കോടിയിലധികം രൂപ ചെലവഴിച്ച് അതിന് തയ്യാറായപ്പോഴാണ്, അതിന് മുന്നിട്ടിറങ്ങിയപ്പോഴാണ് ദേശീയപാതയുടെ വികസനം, ഈ നാട്ടിൽ 6 വരിപ്പാത കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വരാൻ പോകുന്നത് UDFന്റെ കാലത്ത് ഒരിക്കലും നടക്കൂല. നിങ്ങൾ തന്നെ പറഞ്ഞല്ലേ? 1000 കൊല്ലം ഈ കുഞ്ഞാലിക്കുട്ടിയും ഈ പറഞ്ഞ വികസന നായകനായിട്ട് ഇവർ അവതരിപ്പിച്ചിരുന്ന മനുഷ്യരൊക്കെ ഈ നാട്ടിൽ ഭരിച്ചിരുന്നെങ്കിൽ യാഥാർത്ഥ്യമാകുമായിരുന്നോ ഈ ദേശീയപാതയുടെ വികസനം? അതിന് ഇച്ഛാശക്തിയുള്ളവർ നാട് ഭരിക്കണം. അതാണ് ഈ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇടമൺ കൊച്ചി പവർ ഹൈവേക്കെതിരെ ഏതെല്ലാം രീതിയിലുള്ള സമരം നടത്തിയവർ UDFന്റെ കാലത്ത് നടക്കൂല എന്ന് പറഞ്ഞില്ലേ? നടത്തിയില്ലേ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത്? തീരദേശ ഹൈവേയും സൈക്കിൾ ട്രാക്കോട് കൂടിയ തീരദേശ ഹൈവേ, മലയോര ഹൈവേ, ഇതൊക്കെ ഈ നാടിനകത്ത് യാഥാർത്ഥ്യമാവുന്നില്ലേ? കൊച്ചി വാട്ടർ മെട്രോ യാഥാർത്ഥ്യമായില്ലേ നാടിനകത്ത്? ഇനി കെ-റെയിലും വരും, ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഈ നാടിന്റെ മുഖച്ഛായ അടിമുടി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷം. ആ സമയത്തൊക്കെ അതിനെ എതിർത്തവരാണ് ഈ നാട്ടിലെ വലതുപക്ഷം, പ്രതിപക്ഷം. നിങ്ങളൊക്കെ കണ്ടതല്ലേ? VD സതീശന്റെ ആ ക്ലിപ്പുകളൊക്കെ ഇനിയും കാണിക്കേണ്ട കാര്യമുണ്ടോ?
എല്ലാത്തിനെയും എതിർക്കുമെന്ന് പറഞ്ഞവരല്ലേ. ഈ നാടിന്റെ മുന്നോട്ട് പോക്കിനെ ഏതെല്ലാം രീതിയിൽ തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ടവർ. പക്ഷെ അതിന്റെ മുന്നിലൊക്കെ കരുത്തോടെ, ഇച്ഛാശക്തിയോടെ ഇടപെട്ടു, കാര്യങ്ങൾ ചെയ്തു. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ, പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ LDF സർക്കാർ. അങ്ങനെയാണ് ഈ നാട്ടിൽ ഇതൊക്കെ യാഥാർത്ഥ്യമായത്. അതല്ലാണ്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബ് UDF ഹർത്താൽ നടത്താത്തോണ്ടല്ല. UDFന്റെ ഹർത്താലിന്റെ കഥ പറയണ്ട. ആന ചവിട്ടിക്കൊന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഹർത്താൽ നടത്തുന്നു. ഈ സമയത്തുണ്ടാകുന്ന ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് സാധിക്കില്ലേ? ഒരക്ഷരം ഈ പാർലമെന്റിനകത്ത് ഉന്നയിക്കുന്നുണ്ടോ? ഇവിടുന്ന് ജയിപ്പിച്ചു വിട്ട വലിയ തമ്പുരാക്കന്മാർ. തിരിച്ചറിയണ്ടേ നമ്മൾ ഇത്? എന്നിട്ട് ഇവിടെ കേരളത്തിൽ പിണറായി വിജയനെ തെറി വിളിച്ചുകൊണ്ടിരിക്കുക. നോക്കൂ നിങ്ങൾ, ഇവരെ ഹർത്താൽ നടത്തിയത് ചേവായൂരിൽ കോൺഗ്രസിന്റെ ഒരു ബാങ്കിൽ ഭരണം നഷ്ടപ്പെട്ടപ്പോ കോഴിക്കോട് ജില്ലയിൽ ഹർത്താൽ നടത്തിയില്ലേ? ഭരണം കയ്യിലില്ലാതെ, അധികാരം കയ്യിലില്ലാതെ വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോവാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത്. എന്തായാലും കേരളത്തിൽ മാറ്റമുണ്ട്, മുന്നേറ്റമുണ്ട് എന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് സമ്മതിച്ചല്ലോ. അതന്നെ വലിയ കാര്യം. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അബു അരീക്കോട്.